എടാ ഇവിടുത്തെ സാറെന്ന് പറയുന്നതേ പട്ടാളത്തിലായിരുന്നു, ഇപ്പം പെൻഷൻ പറ്റി, ഇപ്പം പുതിയൊരു പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക, സംഗീത കച്ചേരി. എന്തോ ചെയ്യാനാന്നറിയാളെ, ഞാൻ പെട്ടുപോയതാളിയാ. ഞാൻ പാട്ട് പഠിച്ചതൊന്നും അല്ലടാ, ഞാൻ പട്ടാളത്തിലല്ലായിരുന്നു. ഒരു വേറെ ഒരു കാര്യം, ഞാൻ അമ്മാവൻ മരിച്ചുപോയി. ഞാൻ ഭയങ്കര ഭാഗവതരായിരുന്നു പുള്ളി അങ്ങ് മരിച്ചുപോയി. പുള്ളിയുടെ പാത ഇപ്പം പിന്തുടരുക. പിന്നൊരു കാര്യം, എടാ ഞാനിവിടെ ആരാന്നറിയാമോ? ഞാനിവിടുത്തെ മൃദംഗിസ്റ്റ്. തകഴി പുള്ളിയാന്ന്, പിന്നെ ചട്ടങ്കേരി ഞാനായിരിക്കും. എടാ ജോസേ, ഇത്ര നേരം എന്തെടുക്കുമായിരുന്നു? ഞാൻ പറഞ്ഞാണോ ഞാൻ മൃദംഗത്തിന് ചോറിടാൻ പോയേക്കുവല്ലായിരുന്നോ മാഷേ? അപ്പൊ നിനക്കും ചോറ് തരണം, നിന്റെ മൃദംഗത്തിന് ഞാൻ ചോറ് തരണം, അല്ലയോ? അപ്പൊ അതിന് മൃദംഗത്തിന് ചോറിടണ്ട എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത് നോക്കാം, ഇതാണ് കറുത്ത വട്ടം കണ്ടോ? ഇതാ മൃദംഗത്തിന്റെ ചോറ്. ഓഹോ, എന്തോ നോക്കുവാ? അത് ചോറാണ്, ഇവിടെ കറി കാണുമല്ലോ. ചുമ്മാ നിങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതൊന്നും അല്ല, ഇത് എന്റെ ചോറായിപ്പോ. അതൊക്കെ വിട്. നാളെ പ്രോഗ്രാം ഉള്ള കാര്യം നിനക്കറിയാലോ? എനിക്കറിയാം. അപ്പം പ്രോഗ്രാം അടിച്ചു പൊളിക്കണം, ഞാൻ ലിസ്റ്റ് തരാം, അത് നോക്കി പാടാനൊക്കെ കൂടെ നിന്നേക്കണം. ഇത് പിടിച്ചേ, ഇത് ഇത്രയും പാട്ട് ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റും. നാളത്തെ ഒരു കീർത്തനം ഞാൻ അങ്ങോട്ട് പാടും. അപ്പൊ നീ ഷാപ്പ് അടിക്കണം. ഷാപ്പ് അടിക്കുമല്ലോ, ഷാപ്പിൽ ചെന്നിരുന്ന് അടിക്കുമല്ലോ. ഇത് ആറ്റുന്ന കാര്യമല്ല, പിന്നെ ഇത് ആറ്റണം നീ. അയ്യോ, അത് ചാപ്പ് അടിക്കുക എന്ന് പറയും. അത് അടിക്കണം നീ. അതടിച്ചോളാം. തുടങ്ങട്ടെ? തുടങ്ങിക്കോ. പ്രണവ സ്വരൂപ വക്രതുണ്ടം, പ്രണവ സ്വരൂപ വക്രതുണ്ടം, പ്രണവ സ്വരൂപ വക്രതൊണ്ട. വക്രതൊണ്ടയോ? തൊണ്ട പൊട്ടിയിടാ. നീ എന്തോ പറയുന്നത്? ഇങ്ങനെ പാടാൻ തൊണ്ട പൊട്ടത്തില്ലയോ? ആദ്യത്തെ 2 ലൈൻ എന്ത്? അത് പെണ്ണുമ്പളെ അങ്ങ് പൊക്കി, അതേ പിന്നെ ഞാൻ അങ്ങ് നിർത്തി. അവളെ ഭർത്താക്കന്മാർ എന്നെ തേടി നടക്കുക, അതുകൊണ്ട് ഞാൻ ഇപ്പം പട്ടാളത്തിൽ കൊണ്ട് ഈ തോക്കും കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ പണ്ടത്തെ ലൈനല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഈ പാട്ടിന് 2 ലൈൻ ഉണ്ടല്ലോ. ആദ്യം ഞാൻ പാടാത്ത വഴിയും പൊക്കിക്കൊണ്ട് വരുവാണ്. മാഷ് പാടിയതെല്ലാം സൂപ്പറായി എടുത്തു വെച്ചോ. ഞാൻ എന്തിനാന്നറിയ ഇതും കൊണ്ട് നടക്കുന്നത് അറിയാവോ? എന്തിനാ? ഞാൻ കച്ചേരിക്ക് പാടാൻ പോകുമ്പം പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരുത്തം കൂവിയ ഞാൻ പൊട്ടിക്കുവേ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഒന്നും അല്ല. കാരണം ചിലന്തി പോലെ വരെ പിടിച്ച് എടുത്ത് കിടക്കുവാനത്. ആഹാ, സിന്ധുവേ 13. അറിയാം, ഉഷയുടെ വീടിന്റെ പാലുകാച്ചല്ലയോ? ഉച്ചയുടെ വീടിന്റെ പാലുകാച്ചല്ല, 13ാമത്തെ ഓടിപ്പോ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. പൊന്നു മാഷേ, നിങ്ങൾ ഇത് തുടങ്ങുന്നു. 12 മണിയാകുമ്പോ ഇവിടുന്ന് മാറിയിരിക്കണം. അതെന്തിനാ? നട്ടിച്ചു വെയിൽ ഉറക്റ്റ് നമ്മുടെ ഉച്ചിൽ വന്നടിക്കും. വയ്യ, ഞാൻ ആരോ വന്നിട്ടുണ്ടല്ലോ, പോയി നോക്കിട്ട് വന്നേ. പെട്ടെന്ന് ആട്ടെ. പക്ഷേ നമസ്കാരം. നമസ്കാരം. കേറുക. നമസ്കാരമുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു ഭാഗവതരുടെ വീട്. കുഞ്ഞു ഭാഗവതായിരുന്നു. പിന്നെ വളർന്നു വലിയ മുറ്റേ അങ്ങാരങ്ങും മരിച്ചുപോയി. സത്യം പറഞ്ഞ കുഞ്ഞുണ്ണി ഭാഗവതനാ പുള്ളിക്കാരൻ മരിച്ചുപോയി. ഞാനൊരു കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നതാ. മനസ്സിലായോ? അപ്പൊ ആ ഭാഗവതരുണ്ടെങ്കിൽ ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് ബുക്ക് ചെയ്യാൻ ഞാൻ വന്നത്. പുള്ളിയില്ലല്ലോ, മരിച്ചുപോയി. പോകാൻ വരട്ടെ. എന്റെ പൊന്നു മാഷ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്നു. ഇവിടെ ഇരിക്കുന്നത് ഇത് കണ്ടോ? പുള്ളിയുടെ അനന്തരവനാ. പുള്ളി പാടുവോന്ന്? എന്നാ പാട്ടാന്നറിയാമോ പുള്ളി? ഇങ്ങോട്ട് കേറി വാ മാഷേ. ഒരാള് കാണാൻ വന്നു. വരിക, ഇരിക്കുക. നമസ്കാരം. ഞാൻ വന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നല്ലൊരു കച്ചേരി പ്രാവശ്യം ഞങ്ങൾ വെക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ പക്കം സംഗതികളെല്ലാം ഉണ്ടല്ലോ, എല്ലാ സൈറ്റും ഇവിടെ ഉണ്ട്. ആരാ നിർബന്ധം മൃദംഗം ായിരിക്കുന്നവൻ ജോസാണ്. ആണോ? മറ്റേ ഇങ്ങനെ ഇതുണ്ടോ? മുഖർശങ്ക്. മുറുകൻ പാമ്പ്. വേണ്ട, പരിപാടി ചീറ്റും. അതല്ലെന്ന് പറഞ്ഞു പറ. അത് മുഖർശങ്ക് എന്ന് പറയും. അത് വായിക്കാൻ നമ്മുടെ സതീഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വരും. അത് ശരി. അപ്പം കടവുണ്ടോ? കടവുണ്ടോന്നോ? മൂത്ത നമ്മളെ നേഴ്സിംഗിന് പഠിപ്പിക്കാൻ പറ്റുന്ന 2 ലക്ഷം രൂപ കടവുണ്ട്. ഇല്ലടാ, ആ കടവല്ല, നീ മണ്ണ് കൊണ്ടോണ്ട് കടവില്ലേ? മംഗലം. മംഗലം. അതുണ്ടോ? കടത്തിന്റെ ആളിപ്പം വരും. എവിടെ പോരാണ്ടാണോ കൂടെ? കടത്തിന്റെ ആൾക്കാർ ഇപ്പം വരും. അതല്ലെന്ന് മറ്റേ വായിക്കുന്ന കടത്തിന് രമേശ് ഇപ്പം വരുമെന്നാ. നിങ്ങൾ നാട്ടിൽ കടവുണ്ടോ? ഇല്ല. നിങ്ങൾ എന്തിനാ ഓടുന്ന? നിങ്ങൾ ഇരി. കടക്കാരെന്ന് കേട്ട ആരാ പേടിക്കാത്ത? പറയാനാണ്. കൊഞ്ചിറ ആരാ? എന്റെ പെങ്ങളെ കടിച്ചിട്ടുണ്ട്. എന്റെ അതിനെ അറിയാമോ കൊഞ്ചിറയുള്ളേ? അതല്ല നമ്മളെ കൊട്ടുന്നേ. എഞ്ചറ. അതുണ്ടോ? പിന്നെ അതില്ലായിരിക്കുമോ? അപ്പൊ സംഗതികളെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ നമ്മുടെ കമ്മിറ്റിക്കാർ എന്നെ കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വായിക്കാം. ആദ്യം കയറി പാടുന്ന പാട്ട് ഏതാ? പുള്ളി വേദി കയറി കഴിഞ്ഞാൽ എല്ലാ പാട്ടും ആദ്യം കയറി അങ്ങ് പാടുക. വെപ്രാളം കയറി പാടുന്നല്ല,
ഫസ്റ്റിലെ പാടുന്ന പാട്ട് വാതാമ്പി പദമ്പി അടിക്കുന്നുണ്ടോ? വാതാമ്പി പാടും. ശ്രീവിനായകൻ പാടുവോ? അവൻ പാടുമെന്ന് എനിക്കറിയില്ല. അവന്റെ അനിയൻ കല്ലുമണിക്ക് പോകുന്നവൻ സൂപ്പർ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വന്ന സ്ഥലം മാറി ഈ വിനായകൻ കീർത്തനവില്ലി അത് പാടുവോന്ന് പിന്നെ എന്റെ ഫേവറേറ്റ് അതല്ലയോ, ഞാൻ അത് പാടും. അത് എന്നാ പാട്ടാന്നറിയാമോ? നിങ്ങൾ വലിയ പാട്ടുകാരനാന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് എവിടെ നേരം പട്ടം കിട്ടിയിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ടോന്ന് രാജസ്ഥാനില് അല്ല, ഏ തഞ്ചാവൂരിന്നല്ലേ? രാജസ്ഥാനിന്ന് തഞ്ചാവൂരിൽ രാജസ്ഥാനിന്ന്. അത് ഞാൻ സമ്മതിക്കത്തില്ല. നീ എവിടെ പോയപ്പോഴാ നെല്ലിമരത്തിൽ കയറിയത്? അത് രാജസ്ഥാനിൽ. ആന്നേ, ആ. രാജസ്ഥാൻ. രാജസ്ഥാനിൽ നിന്ന് പട്ടം കിട്ടി. ആ ഭയങ്കര ഞങ്ങൾ അവിടെ ചെന്നപ്പോ കാണാൻ നെല്ലിമരത്തിന്റെ മണ്ടൽ ഒരു പട്ടം പൊട്ടിയിരിക്കുന്നു. ഞാൻ ജോസിനെ കയറ്റി അങ്ങ് എടുപ്പിച്ച് അത് എടുത്ത് ഉടനെ ഫോട്ടോ എടുത്തിട്ട് ആന്ധ്ര നേഴ്സിംഗ് പഠിക്കുന്ന എന്റെ മോക്ക അയച്ചു കൊടുത്ത്. ഇവള് കാണിച്ച പണി കാണണോ? ഏട്ടാ. ഇത് എടുത്ത് അങ്ങ് ഫേസ്ബുക്ക് കാണിക്കല, അയാൾ ലൈക്ക് അടിക്കും, മാറ്റി വെക്കും. പക്ഷേങ്കിലാണ് ഞാൻ പരിപാടി ബുക്ക് ചെയ്യത്തില്ല, ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് പരിപാടി ബുക്ക് ചെയ്യുന്നു. സത്യം നിങ്ങളാണോ പാട്ടുകാരൻ? എനിക്ക് ഡൗട്ട് കൊണ്ട് ചോദിക്കും. യഥാർത്ഥി പാട്ടുകാരൻ എന്റെ അമ്മാവനായിരുന്നു. അത് അവൻ 6 മാസം മുമ്പ് മരിച്ചു പോയില്ലേ? ആ എന്തുവാ കിടപ്പായിരുന്നോ? വയ്യായിരുന്നോ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ എന്തിനാ മരിക്കാൻ പോയേ? അത് ശരിയാണല്ലോ. മാമന് പെട്ടെന്ന് മരിക്കേണ്ട ഒരു ആവശ്യം വന്നു, മാമൻ അങ്ങ് മരിച്ചു. നിങ്ങൾ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. അല്ല, അത് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചു, ആവശ്യമില്ലാതെ ഒരു മാമൻ മരിക്കേണ്ട കാര്യമില്ലാതെ ഞാൻ ചോദിക്കുന്നത്. അതെ, അതെ. പരിപാടി ബുക്ക് ചെയ്യും. ആ ഡേറ്റ് ഫെബ്രുവരി 15. ഫെബ്രുവരി 15 എന്ന് പറയുമ്പോ മാർച്ച് 28 വരും. ക്രിസ്മസിന്റെ തലേ ദിവസം, വിഷു ആന്ന്. അപ്പൊ നൂറിന്റെ അന്ന് പ്രോഗ്രാം ഓക്കെ ആയി. അപ്പൊ നീ എഴുതി വെക്ക്, ഓണത്തിനും പരിപാടി ബുക്കിംഗ് ആണ്. അതൊന്ന് കുറിച്ചേ. ഞാൻ പറഞ്ഞ ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തുവാ പറഞ്ഞത്? ഫെബ്രുവരി 15 തീയതിയാന്ന് പരിപാടി. ഈ ഒരു വർഷത്തെ പരിപാടി മൊത്തം ബുക്ക്. അപ്പൊ ഞാൻ പറയാം. പിന്നെ ഫ്ലെക്സ് വെക്കുന്നുണ്ട്. ഫ്ലെക്സ് വെക്കുന്നുണ്ടെങ്കിലേ ആ. ആ കൊട്ടുന്നവന്റെ കൈ മാത്രം വെച്ചാൽ മതി. എന്നിട്ട് എന്റെ മെയിൻ തല. അപ്പൊ അവന്റെ കൈയും ഇവിടെ വരുമ്പോ മീൻ തലേ. മീൻ തലയല്ല, മെയിൻ തല. എന്റെ തല മെയിൻ ആയിട്ട് വെക്കണം. മെയിൻ ആയിട്ടുള്ള തല. എന്റെ കൈ മാത്രം മതി. ഓക്കെ, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. സ്ഥലം പറയാം. ആ, അത് ഇരട്ടി വരണം. അതെന്താ പകൽ വെളിച്ചത്തിൽ വന്ന് ഞങ്ങൾ വന്ന പരിപാടി ചെയ്യാൻ പറ്റത്തില്ല? അയ്യോ, കണ്ണൂർ ഒരു സ്ഥലം ഇരുട്ടി. കണ്ണൂരാ പ്രോഗ്രാം, ഇരുത്തുന്ന സ്ഥലത്താ പ്രോഗ്രാം. തീരെ സ്ഥലവാ. ആ, അല്ലാതെ നിങ്ങൾ പകല് വരുന്ന നിങ്ങൾ ആരും അവിടെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഞങ്ങളുടെ പരിപാടിക്ക് മുന്നേ ആ. വേറെ പരിപാടി വല്ലതും ഉണ്ടോ? ഉണ്ട്. ആ. ചാട്ടം തുള്ളല് ഓട്ടം തുള്ളല്. ആ, കഴിഞ്ഞിട്ടാണോ? അത് കഴിഞ്ഞ് ആ. പിന്നെ ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ. പ്രോഗ്രാം ഓഡിറ്റോറിയത്തിലാണോ? അയ്യോ, അത് സ്റ്റേജിലല്ലേ? ആണോ? ആ, സ്റ്റേജിൽ എത്ര അടി വേണം? സ്റ്റേജിൽ എത്ര അടി വേണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ, കഴിഞ്ഞ വട്ടം ഞാൻ നിന്നുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളോട് വീതിച്ചു കൊള്ളണം. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. എന്നാ തന്നെ നടുവും പുറമൊന്നും അലക്കാൻ എനിക്ക് വയ്യ. ഈ 2 അടി വെച്ച് തന്നോ? അപ്പൊ 4 അടി മതി സ്റ്റേജില്. സ്റ്റേജിന്റെ കണക്കാണോ? പേടിച്ചു പോയോ? നീ പേടിച്ചോടാ. സ്റ്റേജിന്റെ കണക്കാ. എന്തായാലും വലിയ സ്റ്റേജാണോ? ഞാൻ ഓടി നടത്തി ഞാൻ പാടും. പാടുവല്ലയോ? ആ. അല്ല, വേറെ എന്തോ ചർച്ച നടന്നല്ലോ, എനിക്കൊരു ഡൗട്ട് തോന്നി. ഇല്ല 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 ഇല്ല. ഞാൻ വേറെ സംശയങ്ങളുണ്ടേ. നിങ്ങൾ ഇത്രയും വലിയ പാട്ടുകാരാന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, മകൻ പാടുവോ? മകൻ പാടുവോ, ആയില്യം പാടുവോ, അതൊന്നും എനിക്കറിയില്ല. ഞാൻ രോഹിണിക്കാരൻ. അതല്ല ആ, മാഷെ, പുള്ളിയുടെ മകൻ പാടുവോ? മകൻ സൂപ്പർ പാട്ടാന്നോ? സൂപ്പർ പാട്ടല്ല. 3 മാസമാ പുള്ളി വെളിയിൽ ഇറങ്ങാതി. അറിയാം എന്തായിരുന്നു? എന്തുവാന്ന് ചോദിച്ചാ, മകനെ സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി. പുള്ളി നേരിട്ട് പറഞ്ഞു, മോനെ നിന്റെ ശ്രുതി ശരിയല്ലെന്ന്. ആ, ഇത് കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ശ്രുതിയുടെ തന്തയുടെ ചവൻ പറയാ, എന്റെ അപ്പം പറഞ്ഞ് ശ്രുതി ശരിയല്ലെന്ന്. അങ്ങനെ എന്നെ വെട്ടാൻ നടക്കുമല്ലായിരുന്നു. 3 മാസം ഞാൻ പുറത്തിറങ്ങിയില്ല. ഇത് ഒറ്റ ഒരുത്തം കാരണം. എന്താ ചെയ്യാനാ? അപ്പൊ മകനെ കൊണ്ടും രക്ഷയില്ല. ഒരു രക്ഷയില്ല. ഒരു കാര്യം ചെയ്യ്. ആ, വന്ന സ്ഥിതിക്ക് എന്താ പാട്ട് അങ്ങോട്ട് പാടും. മാഷൊരു പാട്ട് അങ്ങോട്ട് പാടും. അതെ, പാടുവോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് കേൾക്കണം. ഞങ്ങള് ഇവിടെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഒന്ന് കേക്കട്ടെ സ്വീകട്ടെ. ഹരിമുരളീരെ വന്നേ. ഹരിമുരളീരാവം ഹരിത വൃന്ദാവനം മഴയേറിരാതെ നിന്നെ തേടി. എന്താ പറ്റിയ? പുള്ളി കൈ നീട്ട് പാടിയതാ. ആണോ? അതെന്താ പറ്റിയതാ? കൈ നീട്ട് പോയൻ. ഇപ്പൊ എന്താ ഈ അവസ്ഥയിലാണ് പല സ്ഥലത്തുനിന്ന് ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു പരിപാടി അവിടെ ചെന്ന് ബുക്ക് ചെയ്ത് ഞാനിത് അവിടെ ചെന്ന് കമ്മിറ്റിക്കാട് പറയാൻ പറ്റുമോ? ഈ പുള്ളി പാടി കുറെ കഴിയുമ്പോ ഈ നാക്കില്ലേ, മേലണ്ണാക്കിൽ അങ്ങ് ഒട്ടിയിരിക്കും. താഴോട്ട് വരത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനാ രക്ഷിക്കുന്നത്. ഇതിനി എന്നെണ്ണിക്കും? ഇനി ഇന്ന് നോക്കണ്ട, ഒരു 3-4 ദിവസത്തേക്ക് നോക്കണ്ട. എടുത്തോണ്ടാ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പൊ എന്തുവാന്ന് ചോദിച്ചാൽ ഞാൻ പാടും അത്യാവശ്യം. എവിടെ ഒരു നല്ല നേർച്ച പറഞ്ഞിട്ട് പൊക്കണം കേട്ടോ. നിങ്ങൾ പാടുവോ? അപ്പൊ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങളാണ് പാടുന്നത്? പിന്നെ ഞാൻ പാടും. പക്ഷെ ഇത് വായിക്കുന്ന കാര്യം അത് ആളില്ല. തൽക്കാലം ഞാൻ ചെയ്യാം. ചെയ്യോ? അങ്ങനെ വായിക്കോ ഇത്? അങ്ങനെ ഈ പരിപാടി നമുക്ക് രണ്ടുകൂടെ ചെയ്യാം. അത് മതി. 3-ാം പക്കം വരെ ഇതോടെ കിടക്കട്ടെ. അതേ നോക്കട്ടെ. ഞാൻ അങ്ങനെ മാഷ് ഇങ്ങോട്ട് വാ, ഞാൻ അവിടോട്ട് പോവാ. അനക്കരുത് അത്.
വരഗജവദനം അനന്വയചരിതോ വരഗജവദനം അനന്വയചരിതോ കരുണാരസസിതോൽഫലനയനം വരഗജവദനം അനന്വയചരിതോ കരുണാരസസിതോൽഫലനയനം കലിമലരഹിതം കലിമലരഹിതം സുരജിണമുഖിതം കലിമലരഹിതം സുരഗണമുദിതം വ്യാസനാരദാതിപൂജിത പാദം ശ്രീവിനായകം നാമാമ്യകോ ദയാനീനം ഭൂരവപദശ്രീ ആണിക്കോളി ഇത്രേ ഉള്ളൂ. അപ്പൊ ഡേറ്റ് എന്നാന്നാ പറഞ്ഞേ? ഡേറ്റോ? എനിക്ക് നിങ്ങളുടെ ഒരു ഡേറ്റും വേണ്ട, വേണ്ടേ? ഞങ്ങൾ രണ്ടും നടത്തിക്കോളാം. ജോസേ മങ്കുഴി ജോസ്. യാ.